നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക, വലിയ പൈസ മുടക്കാതെ സിനിമ എടുക്കുക, അത് OTT കൊടുത്താലും. കാരണം അത് ഏത് കാലത്തും, ഞാൻ പറയുന്നു, ഏത് കാലത്തും ഒരു പടത്തിന് ചേട്ടാ ഒരു 50 ലക്ഷം 1 കോടി എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും അവർ അതിൻ്റെ ബിസിനസ് നമുക്കത് ഓക്കെയാണ്. ഈ 100 കോടി 200 കോടി പറയുമ്പോഴാണ് അവർക്കും ഇത് വരുന്നത്. മാത്രമല്ല, ഇനി അവൻ്റെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് വന്നു. ഞാൻ പറഞ്ഞ ശരി, കാരണം ആ പൈസയല്ലേ അവർക്ക് റിട്ടേൺ ആവശ്യമുള്ളൂ. നിങ്ങൾ 20 ലക്ഷത്തിന് എടുത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 ലക്ഷം എന്ന് പറയുന്നത് ഈ രീതിയിൽ നല്ല കണ്ടന്റ് നല്ലതാണ്. നിങ്ങൾക്ക് ആളെ പിടിക്കുമെങ്കിൽ എത്ര വലിയ നടനും വേണമെന്നില്ല, നല്ല സ്ക്രിപ്റ്റും അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിയും ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇതാണ് കുറച്ചുകൂടെ സേഫ്. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് എന്തുകൊണ്ട് ഈ ഒരു വഴി, നിങ്ങൾക്ക് ഏത് വഴിയാണോ നിങ്ങൾക്ക് തോന്നിയത് ആ വഴി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിയാണ് ഭാവിയിലേക്കുള്ളത്. കറക്റ്റ്, ഞാൻ ചെയ്ത് കറക്റ്റ് അല്ലേ? ഇപ്പോൾ 10 ലക്ഷം എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ അഹങ്കാരം പറയില്ല. നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്ക്, 31 ലക്ഷം 56 ലക്ഷം. കാരണം അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഇത്ര പൈസ കിട്ടാണ്ടോ? ഞാൻ പറഞ്ഞു ചേട്ടാ അധികമൊന്നും കിട്ടാനില്ല, 1 ലക്ഷത്തിന് 5000 വിചാരിച്ചോ, 10 ലക്ഷം ആൾ കണ്ട 50,000 കിട്ടി. ആകെ ഒരു സിനിമേൻ്റെ ഒരു വീഡിയോ ആണ് 100 ഒരു സിനിമ കട്ട് ചെയ്തു. ചിലത് എല്ലാം അങ്ങനെ പോകണമെന്നില്ല, ചിലത് നന്നായി പോകും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഈ മുതൽ മുടക്ക് പിടിക്കാം. ഞാൻ ഇവിടെ തിയേറ്ററേ നോക്കുന്നില്ല, തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ബോണസാണ്. ഇതാണ് സംഭവം. ബാക്കിയുള്ളവർ തിയേറ്റർ മെയിനും ഈ സോഷ്യൽ മീഡിയ ബോണസുമാണ്. സന്തോഷ് പണ്ഡിറ്റിനെ സോഷ്യൽ മീഡിയ മെയിനും തിയേറ്റർ ബോണസും. പക്ഷെ ഞാൻ എന്നും സേഫ് സൈഡിൽ കളിക്കും. അപ്പം ഇത് വേറെ ഒരു നടൻ ഇത് പറ്റൂല. കാരണം അവർ വാങ്ങുന്ന പൈസ തന്നെ 6 കോടി ഇതൊക്കെയാണ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എന്ത് അലോക്യം പറഞ്ഞാലും കിട്ടില്ല. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഈ ബിഗ് ബഡ്ജറ്റും മറ്റുള്ള സിനിമകൾ ഒരു 5-10 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ ഒരു ബോധമുള്ളവൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം എടുക്കാത്ത അവസ്ഥ വരും. കാരണം അത് ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, ഇന്നത്തെ ദിവസങ്ങൾ ഓക്കെയാണ്. ഈ OTTക്ക് മതിയായ സബ്സ്ക്രൈബേഴ്സ് വന്നു. എക്സാമ്പിൾ, കേരളത്തിൽ 50 ലക്ഷം ആൾക്കാരാണ് സിനിമ കാണുന്നവരുണ്ട്. ഈ 50 ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് സങ്കല്പിച്ചു. അന്ന് മുതൽ ഇവൻ്റെ പടം എടുത്താലും പുതിയ സബ്സ്ക്രൈബേഴ്സ് വരാനില്ല, ഓൾറെഡി ഉള്ളവരേ ഉള്ളൂ. മാക്സിമം ഈ പടം വരുന്നില്ലെങ്കിൽ എന്താണ് ആൾക്കാർ ചോദിക്കും, ചേട്ടാ ഈ സിനിമ എന്താ വരാത്തത്? തിയേറ്ററിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇടാമെന്ന് കരുതി, തീർന്നു. തിയേറ്റർ ഇവിടെ വേണ്ടേ? വെറും മൾട്ടിപ്ലസ് വരുമ്പോൾ എന്താണ്, ഞാൻ മൾട്ടിപ്ലസിനെതിരല്ല. ഇവിടെ സാധാരണക്കാരനെ എങ്ങനെ അവിടെ റീച്ച് ചെയ്യാൻ പറ്റും? അതെ, അവിടെയാണ് വരുന്നത്. ഈ മൾട്ടിപ്ലസ് എത്ര എണ്ണം പൂട്ടിപ്പോയിട്ടുണ്ട്? എത്രയോ പൂട്ടിപ്പോയി. ഈവൻ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ. കാരണം വെച്ചാൽ 100 സീറ്റുള്ളൂ. ഈ 100 സീറ്റ് അവിടെ ആൾ പറയും, ഈ 100-ൽ ഒരുത്തനെങ്കിൽ വരണ്ടേ? തീർന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ്? OTT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും അതിനെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കരുതായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആലോചിക്കും, ഇപ്പോൾ സിനിമാ സംസ്കാരം മാറിയില്ലേ? ഇപ്പോൾ സിനിമ 2 ദിവസം അടച്ചിട്ടു. ഇപ്പോൾ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ 7-8 അടക്കായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ സിനിമ അല്ല, ഞാൻ പറഞ്ഞത് 2 ദിവസം ഇങ്ങനെ അടച്ചിട്ട കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് പറയാം, ഓ അവൻ തുറന്നാലും കണക്കാം. അല്ല, ഞാൻ നോക്കുന്നത് ഒരു ട്രെയിനിലെ ഒരു അതിൽ പോലെ ആളുകൾ പറഞ്ഞു അവൻ സ്ഥിരമായി അടച്ചിട്ടോട്ടെ. ഞാൻ വിചാരിക്കും, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരുത്തനെ പോലും ആ 2 ദിവസം അടച്ചിട്ട് കഷ്ടായില്ലേ, എനിക്ക് സിനിമ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരുത്തൻ പോലും പറയുന്നില്ല. അല്ല, ആലോചിച്ച് നോക്ക്. ഇതേ കാര്യം ഈ കൊറോണ പീരീഡിൽ, ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്, കൊറോണ പീരീഡിൽ മദ്യം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ചിലർ ആത്മഹത്യ ചെയ്തു. പോട്ടെ, ഇവിടെ തിയേറ്റർ അടച്ചിട്ടു, ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തോ? ഇതൊന്നും ഈ സിനിമയൊന്നും അത്യാവശ്യമല്ല. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടു കളിച്ചില്ലെങ്കിൽ, ഞാൻ OTT കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആ സംസ്കാരത്തിലേക്ക് വഴുതി മാറാതെ നമ്മൾ നോക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തം. നമ്മൾ ചെയ്ത എന്താണ്, നല്ല കിടിലൻ സിനിമകൾ നിങ്ങൾ അവിടേക്ക് കൊടുത്തു, അത് കണ്ട് ആസ്വദിച്ച ജനങ്ങൾ വരിക്കും. വെറുതെ ഇനിയിപ്പോൾ ഒരു നല്ല സിനിമ ഇറങ്ങി ഇങ്ങോട്ട് വരിക, നല്ല പടം, അപ്പം നിങ്ങൾ ആലോചിക്കും, 2 ആഴ്ച കഴിഞ്ഞാൽ അതിപ്പോൾ OTT വരില്ലേ? എല്ലാവരും ചിന്താഗതി അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പിന്നെന്താ, ഞാനിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ നടൻ്റെ കടുത്ത ആരാധകനാണ്. എക്സ് ഏത് പടമായാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. എൻ്റെ എക്സിന് ആദ്യത്തെ ദിവസം എത്ര കിട്ടി? അത് ചെറിയ ശതമാനം ആളുകളല്ലേ അങ്ങനെയൊക്കെയുള്ളൂ. ജനറലി ഒരാൾ എങ്ങനെയാണ് പല ജോലിൻ്റെ ഇടയിലല്ലേ ഇത് ചെയ്യുന്നത്. 100%. അപ്പോൾ ഈ 2015 ശരിക്കും സന്തോഷ് പണ്ഡിറ്റ് ചെയ്തത് 2023 2030 മുൻകൂട്ടി കണ്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് അന്ന് പലർക്കും മനസ്സിലായി. ഇപ്പോഴും ഞാൻ OTTയെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഈ 2 വർഷം മുമ്പ് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞോണമെന്നല്ല, OTT വന്നിച്ചിട്ട് മലയാള സിനിമയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിന് ഇപ്പം മറുപടി കിട്ടിയില്ലേ? പക്ഷെ ആ കമൻറ്റ് എഴുതിയവൻ ഇപ്പം മറുപടി കിട്ടിയില്ലേ? ആലോചിച്ചു. അതേപോലെ ഇപ്പം ഞാൻ പറയുന്നത് ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മൾട്ടിപ്ലസ്. ഇനി അപ്പോൾ എന്ത് സംഭവിക്കും? കേരളത്തിൽ ഇപ്പോൾ സിനിമ എങ്ങനെ വരാൻ പോകുന്ന അറിയോ? ഞാൻ മുൻകൂട്ടി പറയാം. ഇംഗ്ലീഷിലെ നല്ല കിടിലം സിനിമകൾ, ഹിന്ദിയിലെ കിടിലം സിനിമകൾ, തെലുങ്കിലെ രാജമൗലിൻ്റെ അങ്ങനെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, വെറും ബിഗ് ബഡ്ജറ്റ് സിനിമ പ്ലസ് നമ്മളെ താരങ്ങളുടെ ഏതെങ്കിലും ബിഗ് ബഡ്ജറ്റ് വന്നാൽ വന്നു. ഇങ്ങനെയായി ഇത് മാറും.
അപ്പം ടോട്ടൽ ഈ കഥയിൽ ആർക്കാ നഷ്ടം? ചെറിയ താരങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് എല്ലാവരും നിർമ്മാതാക്കളായത്. സന്തോഷമായിട്ട് പറഞ്ഞു. അപ്പം അന്ന് ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഇവൻ നിർമ്മിക്കുന്നു, ഇവൻ അത് ചെയ്യുന്നു. ഇപ്പം ഇവിടെ ഉള്ളവർക്ക് എന്താ ചെയ്യുന്നത്? അവരും നിർമ്മിക്കുന്നു, അവരും സംവിധാനം ചെയ്യാൻ നോക്കുന്നു. ഇത് തന്നെയല്ലേ സന്തോഷമുണ്ട്. അതെന്തുകൊണ്ട് വരുന്നു? ഒരു ഒരു നല്ലൊരു സിനിമയിൽ നിങ്ങളിപ്പോൾ സൂപ്പർ സ്റ്റാർ ആണ്, നിങ്ങൾക്ക് 6 കോടി, ഇയാളെയും ചിലപ്പോൾ മര്യാദയ്ക്കല്ല ഫുള്ള് കിട്ടണമെന്നില്ല, വാട്ടവർ. അതേസമയം നിങ്ങൾക്കൊരു സാറ്റലൈറ്റ് റൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് OTT ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താ ചിന്തിക്കുക? നിങ്ങൾക്ക് 6 കോടി ഉണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സംവിധായകനെ വിളിക്കുന്നു, ചുറ്റും കൂടെ 1 കോടിക്ക് പടം ചെയ്യുന്നു, അവിടെ കൊണ്ടിട്ട് 20 കോടിക്ക് കൊടുക്കുന്നു. അതല്ലേ ലാഭം? 2 പ്രശ്നമാണ്. അതേസമയം ബിഗ് ബഡ്ജറ്റ് പടം വന്നു 100 കോടിയാവും, അവിടെ നിങ്ങൾ ഇളകി അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ നിർമ്മാതാവായിട്ട് ഇത് ചെയ്യും. കാരണം നഷ്ടം വന്നാൽ നിങ്ങൾ ട്രൗസർ കയറും, നിങ്ങൾക്കറിയാം. ഇതാണ് സംഭവം. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ താരങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവൻ്റെ പടത്തിൽ അഭിനയിക്കുക. പൊട്ടിയ അയാൾ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുകയോ ജീവിക്കുകയോ എന്തോ ചെയ്യട്ടെ. പക്ഷേ ലോ ബഡ്ജറ്റ് സിനിമകളും ഫീൽ ഗുഡ് സിനിമകളും നമ്മൾ തന്നെ ചെയ്യാം. അപ്പം നമുക്ക് ആ കിട്ടുന്ന പൈസ മൊത്തം വന്നു. അതാണ് ഇപ്പം എല്ലാ നടന്മാരും നിർമ്മാതാക്കളെ ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആ ശൈലിയല്ലേ ടോട്ടലി ചെയ്തിരിക്കുന്ന എല്ലാവരും. അല്ല, അങ്ങനെ വെറുതെ ഇനി ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ പ്ലസ് മൈനസ് മാത്രമല്ല, അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കൂടെ പറയണം. അതാണ് അല്ലാണ്ട് വെറുതെ അതിനെ. അപ്പം ഞാൻ പറയുന്നു, ഇപ്പോഴും കംപ്ലീറ്റ് കൈവിട്ടിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം, എഴുതി വെച്ചോ. മലയാള സിനിമ രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ഇതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക. ഞാൻ പറയുന്നത് ഒരു എഴുതി തീർത്ത സ്ക്രിപ്റ്റിലെ സിനിമ ചെയ്യുമെന്ന് ഇവിടുത്തെ നിർമ്മാതാക്കൾ താരങ്ങളൊക്കെ ഒന്ന് താരങ്ങളെ വരുമ്പോട്ടെ, അവർക്ക് പിന്നെ പടം പൊട്ടിയാലും ഇല്ലെങ്കിലും. ഇപ്പം ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, എനിക്കിപ്പോൾ പടം വിജയിച്ചാലും പരാജയപ്പെട്ടാലും എനിക്കൊരു പൈസ കിട്ടില്ല. എനിക്കിപ്പോൾ നടിക്ക് കിട്ടും, ക്യാമറമാനെ കിട്ടും, മേക്കപ്പ് മാനെ കിട്ടും, അല്ലെങ്കിൽ യൂണിറ്റ് അംഗങ്ങൾക്ക് കിട്ടും, പറ്റിച്ചു പോകണേ വേറെ വിഷയം കേട്ടോ. ഞാൻ പറഞ്ഞ സാധാരണ ഇതിൽ കൊടുക്കുന്നവരാണ് കിട്ടും. നഷ്ടം പറഞ്ഞാൽ ഈ നിർമ്മാതാവിനെ വരുന്നുള്ളൂ, അല്ലാണ്ട് താരങ്ങൾക്ക് നഷ്ടം. അപ്പോൾ ബോധം ആർക്ക് വേണം? നിർമ്മാതാവിന് വേണം. ഈ നിർമ്മാതാക്കളായ ആൾക്കാരോട് എനിക്ക് പറയണത്, നിങ്ങൾ ഒരു 1.5 മണിക്കൂറിൻ്റെയൊക്കെ സിനിമയാക്കുക. അതിനനുസരിച്ച് കറക്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് ഞാനൊക്കെ ചെയ്താൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ശരിക്കും അഭിനയിച്ചു പോകും. എൻ്റെ വീട്ടിൽ തന്നെ മറ്റുള്ളവർ എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതും 25 സെക്കൻഡ്, മറ്റു ആർട്ടിസ്റ്റുകളെ നമ്മൾ അഭിനയിച്ചു പോകും, ഞാൻ ചെയ്തു പോകും 50 സെക്കൻഡ്. ഇങ്ങനെയാണ് ഞാൻ 2 മണിക്കൂർ 40 മിനിറ്റാണ് എൻ്റെയൊക്കെ വരുന്നത്. ആ 2:40 കൃത്യം വരും. അതിൽ പാട്ടിൻ്റെ എക്സ്ട്രാ ടൈം എഴുതി സ്റ്റണ്ട് സീൻ വെച്ചിട്ട് ഞാൻ 2:40. അതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സീന് പോലും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ്. എത്രയോ ആളുകൾ നിങ്ങളൊരു 2.5 മണിക്കൂറിൻ്റെ പടത്തിന് 5 മണിക്കൂർ എടുത്തിക്കും, പിന്നെ അത് കട്ട് ചെയ്യണമല്ലോ ഭഗവാനെ, ഇത് നല്ലൊരു പണിയാണ്. എന്നിട്ട് അവിടെ നല്ല ഒരു താരത്തിൻ്റെയൊക്കെ ഫുള്ള് കട്ടാവും. നിങ്ങൾ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ടോ, ഞാൻ അഭിനയിച്ചു എൻ്റെ ഒന്നും കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. വലിയ താരങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ഫുള്ള് ഫുട്ടേജ് കട്ട് ചെയ്യണം. ആ നിർമ്മാതാവിൻ്റെ നഷ്ടം ആലോചിച്ചൊക്കെ. 2.5 മണിക്കൂറിൻ്റെ പടം ഒരു സംവിധായകൻ 5 മണിക്കൂർ എടുക്കുന്നു. 50 ദിവസം കൊണ്ട് തീരേണ്ട സിനിമ 100 ദിവസമായി. ഈ 50 ദിവസം വന്ന നഷ്ടം ആര് കൊടുക്കും? ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ശരിക്കും എന്താ വേണ്ടത്? എഴുതി തീർത്ത സ്ക്രിപ്റ്റ്. ഞാൻ പറയുന്നത് മലയാള സിനിമ കംപ്ലീറ്റ് കൈവിട്ടിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ പറയുന്നതൊക്കെ വേസ്റ്റാണ്. കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റ് 1.5 മണിക്കൂർ സിനിമയാക്കുക. സിനിമയിൽ പാട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഒരു പാട്ടോ, ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ ഇത് വരുന്നില്ല. ഒരു പാട്ടോ ഒരു തല്ലോ അങ്ങനെ. പിന്നെ ക്രൗഡ് സീൻ മാക്സിമം കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ സിനിമ ചെയ്തു നോക്ക്. ഈ OTT കാരനൊന്നും വേണ്ട, തിയേറ്റർ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ടാണ്. കാരണം അപ്പോൾ ഇത്രയും ദിവസങ്ങൾ വരില്ല.